ഇനിയെങ്കിലും ഒരു രണ്ടാം കെട്ടിന് തയ്യാറായാൽ നല്ല മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ലാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുക? അത് ഓരോരുത്തരും രീതി. ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം. അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം? പെണ്ണുങ്ങൾ മാത്രമുള്ള ഫ്ലാറ്റിൽ കയറി ഇറങ്ങുക, അവരുടെ അടുക്കളയിലും ബെഡ്റൂമിൽ വരെ കയറി ചെല്ലുന്നതും. ബെഡ്റൂമിൽ കയറിയിട്ടില്ല, അനാവശ്യം പറയരുത്. കിച്ചണിൽ കയറാറുണ്ട്. അത് കുക്കിങ്ങിനോടുള്ള എന്റെ താല്പര്യം കൊണ്ടാ. ഇനി ഇയാൾ ഇവിടെ താമസിച്ചാ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പ്രസിഡന്റ് ഒരു തീരുമാനം പറയണം. അതെന്നാണോ ഇത്? സുപ്രീം കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കാൻ? ആണെന്ന് വെച്ചോ, ഇവിടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാലിക്കും. മിസ്റ്റർ മാനുവൽ, മേലിൽ നിങ്ങൾ മറ്റാരുടെയും ഫ്ലാറ്റിൽ ചെല്ലരുത്. ഇവിടെ താമസിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരവസരം കൂടി തരാം. ഇല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. തീരുമാനമാണോ? അതെ, തീരുമാനമാണ്. ഒരു മിനിറ്റ്. അതെ, ഇവിടെ 2 നായക്കുട്ടികളുണ്ട്. അവറ്റുകളുമായിട്ടും ഉണ്ടാവോ? മനുഷ്യനല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നായെങ്കിൽ നായ, ഞാൻ ഹാപ്പിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ? ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക്. ഞാൻ അല്പം തിരക്കില്ല. ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഭാഷയാണാവോ? നായയുടെ. മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാമെന്ന് വിചാരിച്ചിട്ടാ. ഓ പഠിക്ക്. അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നേ. എനിക്ക് വേറെ സ്വഭാവം ഉണ്ട്. കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും. അതെന്നാടാ നീ ഒറ്റക്കാലിൽ നിന്ന് പിടിക്കൂ? വേണ്ട, ഇങ്ങോട്ട് അടിക്കണ്ട. ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നാളെ ഇവിടുന്ന് കെട്ടിടണല്ലോ. നിനക്ക് വേണേ ഇപ്പപ്പാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ. മോനെ ഗീവറീസേ, നിനക്കൊരു വിചാരമുണ്ട്, നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ. അതെ, ഈ ഡീസന്റ് പാർട്ടിയുടെ കൂടെ പണിയെടുത്ത് പറഞ്ഞാ എനിക്ക് പെണ്ണു പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്നെ നന്നാക്കി കളയാവുന്ന? അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല, വീട്ടു തടങ്ങൽ. നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ. നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. എനിക്കിവിടെ മാന്യം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും. നീ എന്റെ ഭാര്യയാവും നോക്കോ? അതാവണോ? നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക. നിനക്ക് തടയാമെങ്കിൽ തടയ. നീ എന്നോട് തടയാത്തത്? നാളെ മുതൽ തടയാം. ഇന്നൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും. ഞാൻ പോയാൽ നിനക്ക് സങ്കടാവില്ലടാ? ഒരു സങ്കടവും ഇല്ലേ? എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ. ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ബെഡ്ഷീറ്റും തലവണയും താഴെ എത്തിക്കണേ മോനെ. ഇപ്പോഴും എനിക്ക് സംശയ, ശരിക്കും ആരാ അവിടുത്തെ അരിവെപ്പുകാരൻ? സാറോ അതോ ഗീവർഗീസോ? ചിലപ്പോ ഞാനാവും. അവൻ മുതലാളിയും. ഇന്ന് അവൻ മുതലാളിയാ. അവൻ സുഖമായി അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കും. ഇന്ന് ഞാൻ തെണ്ടിയാവുന്ന എന്റെ സുഖം നിനക്കറിയാവോ? ഇല്ല. അയ്യോ നാരായണൻകുട്ടി, അതൊരു പ്രത്യേക സുഖമല്ലേ? എല്ലാവർക്കും കിട്ടൂല. അതിന് ഭാഗ്യം ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ചു തരുന്ന എന്റെ പെമ്പർനോത്തിയായി എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത് അറിയോ നിനക്ക്? അവളല്ലയോ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു തന്ന്. അച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാട്ടിൽ പോയി നല്ലൊരു തെണ്ടിയായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് അവിടെ നിന്നെ പാക്ക് ചെയ്തത്. എടാ മോനെ, അവളുടെ സ്പോൺസർ സായിപ്പ് രാത്രി വന്ന് രാവിലെ പോണേടം വരെ വില്ലയുടെ വരാന്തയിൽ തണുപ്പത്ത് സ്കോച്ച് അടിച്ചു കിടന്ന അച്ചായൻ ബുദ്ധിമുട്ടുണ്ടാന്ന് അവള് കരുതി. എന്തൊരു സ്നേഹമാണ് അവക്ക് എന്നോട്. ഞാൻ ഹാപ്പിയാ, മുടിഞ്ഞ ഹാപ്പി. വയറ്റിൽ 4 പെക്കും ആകാശത്ത് നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ആനിമലങ്ങള് ഹാപ്പിയാടാ. അപ്പൊ ശരി മോനെ നാരായണൻകുട്ടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ പോയി ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് കാവല് കിടക്ക്. When a constant force F acting on a mass m change its velocity from u to v in traveling a distance s, then work done is equal to F into S. നീ വരുന്നില്ലേ?
നിധി, വാട്ട്സ് റോങ് വിത്ത് യു? കുട്ടി ഏത് ലോകത്താ? ബെല്ലടിച്ചതും ക്ലാസ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ലേ? സോറി മാം, ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. യു ആർ നോട്ട് അറ്റൻഡിങ് ദ ക്ലാസ് ആൻഡ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. എന്ത് ഭാവിച്ച കുട്ടി? പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടല്ലോ അല്ലേ? വന്ന് ഈ ക്ലാസ്സിലെ ഏറ്റവും വീക്ക് സ്റ്റുഡന്റ് ആയിരിക്കും ഇയാള്. എന്താ പറ്റിയത് കുട്ടിക്ക്? നത്തിങ്, നത്തിങ് മാം, സോറി. എന്തോ ഇന്ന് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പേടി കൂടി വരാ. വീട്ടിലേക്ക് പോവാന് തോന്നണില്ല. ഞാൻ എന്താ ചെയ്യാ? നിന്നെ ഇങ്ങനെയൊന്നും അല്ല മമ്മി കരുതിയത്. നോ, ഐ ആം അഷേംഡ് ഓഫ് യു. കണ്ടോ, ഒരു സബ്ജക്റ്റിന് പോലും 50% മാർക്കില്ല. നിന്റെ ലില്ലി മിസ്സിനെ വിളിച്ചപ്പോ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ലെന്നാ പറഞ്ഞത്. പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? സാരമില്ല, അവള് കുട്ടിയല്ലേ. നെക്സ്റ്റ് ടൈമിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളും. അല്ലേ മോളെ? മോഹൻ അറിഞ്ഞൂടെ, പണ്ട് ഇവളെ എന്ത് ബ്രൈറ്റ് ആയിരുന്നു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നില്ലേ? പോട്ടെ, പഠിക്കണ്ട, ഒന്ന് സ്മാർട്ടായിട്ട് നടക്കെങ്കിലും ചെയ്തൂടെ ഇവൾക്ക്? എന്താ നിന്റെ പ്രോബ്ലം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറ. പ്രോബ്ലോ? എന്ത് പ്രോബ്ലം? താനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കണ്ട, അവൾക്കൊന്നുമില്ല. മോഹനാണ് അവളെ വഷളാക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ലാളിച്ച്. അയക്കോ അയക്കോ, പക്ഷെ പെൺകുട്ടികളെ ശാസിച്ചേ വളർത്താവൂന്ന് ഓർമ്മ വേണം. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ? പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നതെന്ന്. ആണോ മോളെ? വിടോ. പറയും, എല്ലാം ഞാൻ മമ്മിയോട് പറയും. Do it properly. Okay, ma'am. മാഡം, നിധി എസ് മേനോൻ ഒരു വിസിറ്റർ ഉണ്ട്. ആ, കുട്ടി ചെല്ലു. നിധി, കുട്ടിയെന്താ പപ്പയെ കാണാത്തെ? ഈസ് വെയിറ്റിംഗ് ഫോർ യു. മമ്മിയുമായി വഴക്കിട്ടാ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ? പപ്പ പറഞ്ഞു, വാ, പ്രിൻസിപ്പൽ പറഞ്ഞു കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. വരൂ കുട്ടി. ചെല്ല, പപ്പ വഴക്കൊന്നും പറയില്ല. ഇനി നന്നായി പഠിച്ചാ മതി. മോളിരിക്കേ. Come on, sit. മോളുടെ ക്ലാസ് ടീച്ചർ അത് അല്ലേ? ലില്ലി മിസ്. പഠിത്തത്തിൽ മോൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അവര് പറഞ്ഞു, പ്രിൻസിപ്പലും പറഞ്ഞു. പോട്ടെ, മോക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ പഠിച്ചാൽ മതി. അതന്വേഷിക്കാനല്ല പപ്പ വന്നിട്ടുണ്ടാവുമെന്ന് മോൾ ഊഹിക്കുന്നുണ്ടാവും അല്ലേ? അതെ, പപ്പ വന്നത് അതിനല്ല. പപ്പയ്ക്ക് മോളെ ഒറ്റയ്ക്കൊന്ന് കാണാനാ. അയ്യോ, മോള് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇന്നലെ മോള് പപ്പയെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു. അല്ല, ഞെട്ടിച്ചു കളഞ്ഞു. എന്തൊരു ഫോഴ്സായിരുന്നു പറച്ചിലിന്.
ഉള്ളതൊക്കെ മോൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ പപ്പ പെട്ടുപോയനെ. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പപ്പയ്ക്കറിയാം. എന്നാലും മോൾ കുട്ടിയല്ലേ, അബദ്ധത്തിനെങ്ങാനും പറഞ്ഞു പോയാലോ? വിരോധമില്ല, പപ്പയ്ക്ക് ഒരു വിരോധമില്ല. പക്ഷെ പപ്പ അപ്പോൾ ചെറിയൊരു കാര്യം ചെയ്യും. കൊല്ലും. പപ്പ കൊല്ലും. ആദ്യം മോളുടെ അനിയത്തിയെ, പിന്നെ മമ്മിയെ, ഒടുവിൽ പപ്പയുടെ ഈ മിടുക്കി കുട്ടിയെ. അല്ലാതെ പപ്പ എന്ത് ചെയ്യാനാ? പപ്പയ്ക്ക് വേറൊരു നിവൃത്തി ഉണ്ടാവില്ല മോളെ. ഈ സൊസൈറ്റിയിൽ പപ്പയ്ക്ക് പപ്പയുടെ മാന്യത നിലനിർത്തണ്ടേ? അപ്പോ മോള് കരുതും എങ്ങനെയാ കൊല്ലാന്ന്. പണ്ട് മോളുടെ ഡാഡി മരിച്ചത് ഒരു ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ഇത് പപ്പ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കൂട്ടാത്മഹത്യ. മമ്മിയും മോളും കനിമോളും ഒരുമിച്ചിങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണാൻ പപ്പയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മോൾ ആലോചിക്കേ, ക്ലാസ്സിൽ പോയിരുന്ന സമയമെടുത്ത് ആലോചിക്കേ. നന്നായി. മോഹനെങ്കിലും പോകാനും അന്വേഷിക്കാനും തോന്നിയല്ലോ. തിരക്കുകൾക്കിടയിൽ ഞാൻ വിചാരിക്കുന്നതല്ലാതെ നടക്കുന്നില്ല. വന്ന് വന്ന് എനിക്ക് ബിസിനസ്സിൽ മാത്രമായി ശ്രദ്ധ അല്ലേ? നിധി എങ്ങനെ കരുതണുണ്ടാവോ? നിധിക്ക് പക്ഷേ ഞാൻ സ്കൂളിൽ ചെന്നത് അത്ര ഇഷ്ടമായിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞോ അവള്? ഇല്ല. എന്തോ ഈയിടെയായി ഞാൻ ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് തോന്നുന്നു. വളരും തോറും അവൾ എന്നിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്ന പോലെ. ഒരുപക്ഷെ ഞാൻ അവളുടെ സ്വന്തം പപ്പയല്ലാത്തത് കൊണ്ടാവോ? എന്താ മോഹൻ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഏയ്, വെറുതെ തോന്നലാവും ചിലപ്പോ. കുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? മോഹന് വിഷമായോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ കൈവിട്ടു പോയപ്പോ താനും കുട്ടികളാണ് ആശ്വാസമായത്. സുരേഷിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ടെ